റേഡിയോ ലിറിങ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വിവിധ ഇനം RGB പിക്സൽ ലൈറ്റുകളാണ് പരിചയപ്പെടാൻ പോകുന്നത്. RGB പിക്സൽ ലൈറ്റ് എന്ന് പറയുമ്പോൾ അഡ്രസ്സബിൾ RGB ലൈറ്റുകളാണ്. ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ലൈറ്റുകളിലേക്കും ഡേറ്റ കൊടുത്തെങ്കിൽ മാത്രമായിരിക്കും ഈ ലൈറ്റുകൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കൺട്രോളർ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടമുള്ള കളറുകളിൽ അഡ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ ലൈറ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത. സോ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാവിധ RGB പിക്സൽ ലൈറ്റുകളുടെയും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. RGB പിക്സൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള ഒന്നാണ് RGB മൾട്ടി പിക്സൽ എന്ന് പറയുന്നത്. KDN ബ്രാൻഡിന്റെ മൾട്ടി പിക്സൽ ആണ് നിങ്ങൾ ഈ കാണുന്നത്. ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടാവുന്നതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ് ക്വാളിറ്റി ഓഫർ ചെയ്യുന്ന ഒരു മൾട്ടി പിക്സൽ തന്നെയാണ് KDN മൾട്ടി പിക്സൽ എന്ന് പറയുന്നത്. ഇതിന്റെ PCBയിലോട്ട് നോക്കുമ്പോൾ നമുക്ക് KDNന്റെ ബാഡ്ജ് കാണാൻ സാധിക്കും. ഇത് WS2811 സീരീസിൽ വരുന്ന LED-കളാണ്. 5 വോൾട്ട് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. 3 ഇഞ്ച് നീളത്തിലും 5 ഇഞ്ച് നീളത്തിലും നമുക്ക് ഈ ലൈറ്റ് അവൈലബിൾ ആണ്. ഒരു മാലയിൽ ഏകദേശം 50 LED-കളാണ് വരുന്നത്. ഇതിൽ തന്നെ നമുക്ക് വയറിന്റെ രീതിയിൽ 2 ടൈപ്പ് അവൈലബിൾ ആണ്. PVC ടൈപ്പ് വയറും ജെൽ ടൈപ്പ് വയറും വരുന്നുണ്ട്. 100% കോപ്പർ വയറുകളാണ് KDN മൾട്ടി പിക്സലിന്റെ കൂടെ വരുന്നത്. അതുപോലെ തന്നെ ഹൈ ബ്രൈറ്റ് ആണ്. നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ചെയ്യുന്നവർക്ക് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റ് തന്നെയാണ് KDN മൾട്ടി പിക്സൽ എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന മറ്റൊന്നാണ് പിക്സൽ സ്ട്രിപ്പ് എന്ന് പറയുന്നത്. നമ്മളിത് കൂടുതലും ബസ്സുകളുടെ ലൈറ്റിങ്ങിനും അതുപോലെ ഇന്റീരിയർ ലൈറ്റിങ്ങിനും പ്രൊഫൈൽ ലൈറ്റിങ്ങിനൊക്കെയാണ് പിക്സൽ സ്ട്രിപ്പ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്ത് വരുന്നത്. ഇത് നമുക്ക് 5 വോൾട്ടിന്റെ സ്ട്രിപ്പും 12 വോൾട്ടിന്റെ സ്ട്രിപ്പും അവൈലബിൾ ആണ്. 5 മീറ്ററിന്റെ സിംഗിൾ സ്ട്രിപ്പ് ആയിട്ടാണ് ഇത് വരുന്നത്. 1 മീറ്ററിൽ ഏകദേശം 60 LED-കളാണ് ഉള്ളത്. 12 വോൾട്ടിന്റെ സ്ട്രിപ്പ് ആണെങ്കിൽ ഓരോ 3 LED കൂടുമ്പോഴും നമുക്ക് കണക്ഷൻ ലീഡുകൾ വരുന്നുണ്ട്. അവിടെ കട്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി 5 വോൾട്ടിന്റെ LED ആണെങ്കിൽ ഓരോ LED കഴിയുമ്പോഴും നമുക്ക് കണക്ഷൻ പോയിന്റ്സ് വരുന്നുണ്ട്. നമ്മൾ ഇതിലേക്ക് കറണ്ട് കൊടുക്കുമ്പോൾ 1 മീറ്ററിന് 1 ആംപിയർ എന്നുള്ള രീതിയിലാണ് കൊടുക്കുന്നത്. ഇതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രിപ്പാണ്. സ്ട്രിപ്പ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് പിക്സൽ മൊഡ്യൂൾ ആണ്. ഇത് നമ്മുടെ നോർമൽ മൊഡ്യൂൾ പോലെ ഇരിക്കുന്ന എന്നാൽ RGB പിക്സൽ വരുന്ന മൊഡ്യൂളുകളാണ്. നമുക്കിത് വാഹനങ്ങളുടെ അണ്ടർ ബോഡിയിലും അതുപോലെ സൈൻ ബോർഡിലും ചെറിയ രീതിയിലുള്ള നെയിം ബോർഡ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയൊരു ബെസ്റ്റ് ലൈറ്റ് ആണ്. 12 വോൾട്ട് DC-യിലാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് ഒരു മൊഡ്യൂളിലും 3 LED ആണ് വരുന്നത്. മൊത്തത്തിൽ ഒരു സെറ്റിൽ 20 മൊഡ്യൂൾസ് വരുന്നുണ്ട്. ഇത് കംപ്ലീറ്റ്ലി വാട്ടർ പ്രൂഫ് ആണ്. ഇതിന്റെ ബാക്ക് സൈഡിൽ നമുക്ക് ഡബിൾ സൈഡ് ടേപ്പ് വരുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇത് എവിടെ വേണമെങ്കിലും ഒട്ടിക്കാൻ പറ്റും. സ്ട്രിപ്പ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രൈറ്റ്നസ് കുറച്ച് കൂടുതലാണ്. ചെറിയ നെയിം ബോർഡുകൾ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ പിക്സൽ മൊഡ്യൂളുകൾ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് പിക്സൽ നിയോൺ എന്ന് പറയുന്നത്. 12 വോൾട്ടിന്റെ 5 മീറ്റർ സ്ട്രിപ്പാണ് നമുക്ക് പിക്സൽ നിയോണിൽ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സ്ട്രിപ്പും സ്ലീവും ആണ് നമുക്ക് ഈ ഒരു പിക്സൽ നിയോണിൽ വരുന്നത്. നല്ല രീതിയിൽ ബെൻഡ് ചെയ്താലൊന്നും ഈ പിക്സൽ നിയോണിന് ഡാമേജുകൾ വരുന്നില്ല. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ലെങ്തിൽ കട്ട് ചെയ്യാനായിട്ട് ഇതിന്റെ അടിയിൽ മാർക്കിങ്സും വരുന്നുണ്ട്. ഇത് നമുക്ക് ഹെഡ് ലാമ്പുകൾ മോഡിഫൈ ചെയ്യാനും ടൂറിസ്റ്റ് ബസ്സുകളിൽ ഉപയോഗിക്കാനും അതുപോലെ നിയോൺ സൈനൊക്കെ പറ്റിയ ബെസ്റ്റ് ലൈറ്റ് ആണ്. ഇത് നമുക്ക് സിംഗിൾ 5 മീറ്ററിന്റെ സ്ട്രിപ്പായിട്ടും ഫുൾ കിറ്റായിട്ട് കൺട്രോളറും റിമോട്ടും ഡ്രൈവ് എല്ലാം കൂടെ ചേർന്ന ഫുൾ കിറ്റായിട്ടും അവൈലബിൾ ആണ്. ഇതിന്റെ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ആ ഒരു വീഡിയോ റെഫർ ചെയ്യാം. പിക്സൽ നിയോൺ കഴിഞ്ഞാലുള്ളത് ഈ അടുത്ത് നമ്മുടെ കയ്യിൽ ഏറ്റവും പുതിയതായിട്ട് സ്റ്റോക്ക് വന്ന പിക്സൽ ബൾബുകളിൽ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്ന ഒന്നാണ് 12 വോൾട്ടിന്റെ പിക്സൽ ബൾബ് എന്ന് പറയുന്നത്. കാണുമ്പോൾ നമ്മുടെ നോർമൽ LED ബൾബ് പോലെ ഇരിക്കുമെങ്കിലും ഇതൊരു പിക്സൽ ബൾബാണ്. ഇത് നമുക്ക് 12 വോൾട്ട് DC-യിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് 4 വയറുകൾ കാണാൻ പറ്റും. അതിൽ ചുവപ്പും കറുപ്പും ഇതിലേക്ക് പവർ ഇൻ കൊടുക്കാനുള്ള വയറും അതുപോലെ പച്ച വയർ നമുക്ക് ഇതിലേക്ക് ഡേറ്റ ഇൻ കൊടുക്കാനുള്ളതും യെല്ലോ വയർ അടുത്ത ബൾബിലേക്ക് നമുക്ക് ഡേറ്റ ഔട്ട് കൊടുക്കാനുള്ള വയറുമാണ്. നമുക്കിത് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള എണ്ണത്തിൽ ഇത് കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കൺട്രോളറിന്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ടിന്റെ വർക്ക് ചെയ്യുന്നവർക്ക് മാലയിൽ സെറ്റ് ചെയ്യാനായിട്ട് പറ്റിയ ബെസ്റ്റ് ഒരു ലൈറ്റ് ആണ്. ഇതിന്റെയും ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് ഒരു വീഡിയോ ചെക്ക് ചെയ്യാം. ഇതിനോടൊപ്പം തന്നെ നോർമൽ പിക്സൽ ട്യൂബ് അവൈലബിൾ ആണ്. എന്നാൽ അതിന് പ്രത്യേകിച്ച് കൺട്രോളറും കാര്യങ്ങളൊന്നും വേണ്ടാത്തതുകൊണ്ടും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും തന്നെ നമ്മൾ ഈ ഒരു ലിസ്റ്റിൽ അത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഈ കാണിച്ച ഇത്രയും ലൈറ്റുകളാണ് നമുക്ക് RGB പിക്സലിൽ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് വേണ്ട എല്ലാവിധ കൺട്രോളേഴ്സും ചെറിയ കൺട്രോളേഴ്സ് മുതൽ വലിയ കൺട്രോൾസ് T8000 AC പോലെയുള്ള വലിയ കൺട്രോളറുകൾ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ 5 വോൾട്ടിന്റെയും 12 വോൾട്ടിന്റെയും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന വിവിധ ഇനം റെയിൻ പ്രൂഫ് നോൺ റെയിൻ പ്രൂഫ് പവർ സപ്ലൈസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിന്റെയൊക്കെ പ്രൈസിങ്ങും മറ്റ് കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയാനായിട്ട് നിങ്ങൾക്ക് നമ്മളെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം. നമ്മുടെ ഷോപ്പുകളുടെ ലൊക്കേഷൻ വരുന്നത് എറണാകുളത്ത് നോർത്ത് പറവൂരിലും ആലപ്പുഴ ജില്ലയിൽ കായംകുളത്തിനടുത്തായിട്ടാണ്. വാട്സപ്പ് വഴി ഓർഡർ പ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ നിങ്ങൾക്ക് കൊറിയറായിട്ട് അയച്ചു തരാൻ സാധിക്കുന്നതായിരിക്കും. നമ്മൾ ഈ വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ഓരോ പ്രൊഡക്റ്റുകളുടെയും ഇൻഡിവിജ്വൽ വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ വീഡിയോസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോകൾക്കായിട്ട് നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.